ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ്. സാധാരണ നമ്മൾ മിക്കവാറും രാവിലെ മുതൽ രാത്രി വരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് സ്റ്റഡി വ്ളോഗാണ് എടുക്കല്. അപ്പം ഇപ്പം ഏതായാലും സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മേടിച്ചു നമുക്കൊരു വ്ളോഗ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. അപ്പം എന്തായാലും വൈകുന്നേരമായി. ഞാൻ രാവിലെ അല്ല, ഞാൻ പൊതുവെ വൈകുന്നേരമാണ് കുളിക്കല്. അപ്പോൾ പിന്നെ തലയിൽ എണ്ണ തേച്ചിട്ട് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ തലയിൽ എണ്ണ തേച്ചിട്ട് ആ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അത് കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ അത്ര പ്രൊഡക്റ്റീവ് ഒന്നും അല്ല. മൊത്തം ഉടായ്പായിട്ട് ഇങ്ങനെ ഉഴപ്പി നടക്കുവാണ്. അതൊക്കെ ശരിയാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാണ് ആഗ്രഹം ശരിയാവാമെന്ന് എനിക്കറിയില്ല. പിന്നെ കോളിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. നേരെ ക്ലാസ് കാണാനിരുന്ന ഞാൻ പിന്നെ അവളോട് കുറച്ച് നേരം കലവില സംസാരിച്ചിട്ട് പതുക്കെ ക്ലാസ് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ഫുള്ളൊന്നും ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടില്ല. എന്തോരം കാണണമെന്നൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് കാണുന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സ്കൂട്ടി വർക്ക്ഷോപ്പിലൊക്കെ പോയി ഇറങ്ങി ശരിയായി വന്നിട്ടുണ്ട്. പിന്നെ വന്ന സ്ഥിതിക്ക് ആ 2 റൗണ്ട് എടുത്ത് ഓടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. എന്നിട്ട് കയറിയിട്ട് നമ്മൾ പിന്നെയും ക്ലാസ് കാണാൻ തന്നെയാണ് ഇരുന്നത്. അപ്പം ഇതാണ് സംഭവം. ക്ലാസ് കാണാൻ തുടങ്ങിയാലും പഠിക്കാൻ തുടങ്ങിയാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കും. ഒന്നെങ്കിൽ നമ്മൾ മനഃപൂർവ്വം വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ പരിപാടിക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ പോകുന്നതായിരിക്കും. എങ്ങനെയാലും പോകണം നമ്മളെ സമയം തന്നെ. പിന്നെ അവിടെ കുറച്ച് ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു അരമണിക്കൂറും കൂടെ ക്ലാസ് കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ ക്ലാസ് തീരെയൊന്നുമില്ല. എന്നാലും നമുക്ക് അരമണിക്കൂറും കൂടെ കണ്ടിട്ട് കുളിക്കാൻ പോവാം. ഓക്കെ, കുറേ നേരമായി തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ സമയം വന്നിട്ട് 8:15. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും കുറേ പരിപാടികളുണ്ട്. അതൊക്കെ എപ്പോഴാണ് നടക്കാമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. നമുക്ക് ട്രൈ ചെയ്യാമെന്നേ പറയാൻ പറ്റുള്ളൂ. അറിയില്ല. അരമണിക്കൂർ ക്ലാസ്സും കൂടെ കാണാനുണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ആ ഒരു ക്ലാസ്സിൻ്റെ ബാക്കി കാണാൻ തുടങ്ങിയപ്പോഴേക്കും ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് പോർഷനിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഫസ്റ്റ് പോർഷൻ പഠിച്ചു തീർത്തിട്ട് സെക്കൻഡ് പോർഷൻ കാണാമെന്നൊക്കെ വിചാരിച്ച് നേരെ പോയി കുളിച്ചിട്ട് നേരെ വന്ന് പഠിക്കാൻ ഇരിക്കുന്നതിനേക്കാളും മുന്നേ പഠിക്കാൻ ഇരിക്കാൻ വന്ന ഒരു റൂട്ടിൽ അവിടെ കോളിൽ ആളുള്ളതുകൊണ്ട് അവളോട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് നിന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. കുളിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. ഇവിടെ തലേ ദിവസം മഴ പെയ്തായിരുന്നു, എന്നിട്ട് പോലും ഭയങ്കര ചൂടാണ്. കുളിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചൂടെടുക്കാൻ തുടങ്ങുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. പിന്നെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്ന് ഈവനിങ് ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, എപ്പോഴത്തെയും പോലെ തന്നെ. പക്ഷെ പ്രൊഡക്റ്റീവ് ആവോ ഇല്ലെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. അയ്യോ, ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. അപ്പൊ ഞാൻ പുറത്ത് വന്നപ്പോ കവറിന്റെ അത്യം ബ്രെഡ് മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോഴാണ് വയലറ്റ് കവറ്. സാധാരണ ഈ കവർ കോപ്പറേഷൻ ചെയ്തിട്ടാണ് വെക്കാറ്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാ കടയിലും കിട്ടത്തുമില്ല. ഇനി കടയിൽ കയറി ചോദിച്ചാൽ അവർക്ക് അറിയത്തുമില്ല. അങ്ങനെ ഈ ക്രോസോണിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് ഓവറാക്കി ചളമാക്കിയതിന് ശേഷം ഇത് കഴിച്ചിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ. ഇതിൽ കാണുമ്പോൾ തോന്നുന്നു എന്തോ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്ന്. പക്ഷേ ഇത് ക്രോസോൺ കഴിക്കാനുള്ള ഉപ്പുമുളകിൻ്റെ എപ്പിസോഡ് നോക്കുവാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തുകൊണ്ടാണ് കഴിക്കൽ. യൂട്യൂബിൽ മോസ്റ്റ് പ്രോബബ്ലി ഉപ്പുമുളകുമാണ് വെക്കൽ. എനിക്ക് ക്രോസോണിൻ്റെ വെനില ഫ്ലേവറും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറുമാണ് ഞാൻ കഴിക്കൽ. എനിക്കതാണ് ഇഷ്ടം. അല്ലാണ്ട് വേറെ ഏതൊക്കെയോ ഫ്ലേവറും ഉണ്ട്, മിക്സ്ഡ് ഫ്രൂട്ടുകളൊക്കെ വരട്ടുണ്ട്. പക്ഷെ അതൊക്കെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് ജാം വെച്ച പോലെയാണ് എനിക്ക് തോന്നൽ. എനിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമല്ല. ആൻഡ് ഇതാകെ 20 രൂപയുള്ളൂ. നല്ല ടേസ്റ്റുമാണ്. പക്ഷെ ഒറിജിനൽ സാധനമൊന്നും അല്ല. ആൻഡ് എല്ലാ കടയിലും ഒന്നും ഈ സാധനം കിട്ടലും ഇല്ല. ചില കടയിൽ കയറി ഇത് ചോദിക്കുമ്പോൾ അവർക്ക് എന്താണെന്ന് കൂടെ അറിയത്തുപോലും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചൊരു ഉപ്പുമുളകും കണ്ടും അതിൻ്റെ കൂടെ തന്നെ ഇവളോട് സംസാരിച്ചും ഒക്കെയാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതും ആ സാധനം ആകെ ഒരെണ്ണമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ടൈം എടുത്തൊക്കെ ആയിരിക്കും കഴിക്കുക. മാത്രമല്ല ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മടി കാരണം ഈ കഴിക്കുന്ന കുറച്ച് ലാഗാവും. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ അധികം സമയമൊന്നും കളഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പഠിക്കാനായിട്ട് ഇരുന്നു. ഇതാണെങ്കിൽ സംഭവം നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ് കണ്ടതാണ് ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ കുറച്ചല്ല, കുറച്ച് അധികം തന്നെ വലുതുമാണ്, കുറച്ച് ബുദ്ധിമുട്ടുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മൊത്തത്തിൽ ടോട്ടലി ആ ചാപ്റ്ററിൽ PDF ഒരു 140 പേജുണ്ട്. ആൻഡ് നമ്മൾ അത് കണ്ട ക്ലാസ് വരെ
നോക്കുമ്പോഴേക്കും 70 എത്ര പേജാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ആ 70 പേജിൽ നിന്ന് നമ്മൾ പിന്നെയും ഇതൊരു 3 പാർട്ടാക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ 3 പാർട്ടും മൊത്തം ഇന്ന് രാത്രി തന്നെ പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് മൊത്തത്തിൽ ഇത് പഠിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് കണ്ടതല്ലേ, ഒരു പാർട്ടെങ്കിലും പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാതിരിക്കുന്നത്. ആ ഒരു പാർട്ട് പഠിച്ച് പകുതി കഴിഞ്ഞപ്പോഴേക്കുമാണ് അമ്മ ഫുഡായി എന്ന് പറഞ്ഞ് വന്നത്. പിന്നെ എൻ്റെ കോളിലുണ്ടായിരുന്ന ഫ്രണ്ടും ഫുഡ് കഴിക്കാൻ പോയത് കൊണ്ട് ആ സമയം ഒരു അരമണിക്കൂർ ബ്രേക്ക് ആയിട്ട് എടുത്തേക്കുമായിരുന്നു. പിന്നെ അപ്പം തന്നെ ഞാനും ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ആൻഡ് നമ്മളെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. ആൻഡ് അത് കഴിക്കുവാണ്. ഇത് കഴിക്കുമ്പോഴും ആസ് ഓൾവേസ് ഉപ്പും മുളകും പ്ലേ ആവുന്നുണ്ട്. അത് വിട്ടിട്ട് ഒരു കളിയുമില്ല. കാരണം ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പും മുളകും കാണുന്ന ഒരു പ്രത്യേക ഫീലാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. പക്ഷെ നടക്കുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ആവശ്യത്തിലധികം ദിവസങ്ങളായി നമ്മളിപ്പം മര്യാദയ്ക്കൊക്കെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ അതിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ വേണം പ്ലാൻ ചെയ്യാൻ. അതാണ് ലാഗടിക്കുന്നത്. എന്തായാലും അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ, മൊത്തത്തിലാണ്ട് ഒഴിവാക്കുന്നില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പം ടുട്ടുമായിട്ട് ചെറിയൊരടി. അതിന് ശേഷം നമ്മൾ പഠിക്കാനിരിക്കാനല്ല പോയത്, നേരെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാണാനാണ് പോയത്. ആക്ച്വലി അപ്പോഴേക്കും നേരെ പഠിക്കാനിരിക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഫ്രീ ടൈം വേണം. അതാണ് എൻ്റെ ഒരു രസം. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ കുറച്ച് നേരം അമ്മയുടെ ഫോണിൽ കുറച്ച് കലാപരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതായത് അമ്മയുടെ ഫോൺ റീസെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇന്ന് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പഠിക്കണോ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കണോ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കണോ എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ മുടിയുടെ കോലം കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ട് പോയി. ചപ്ര തലമുടി ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് റൂമിലേക്ക് വന്നത്. എൻ്റെ മുടിയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് ചീപ്പോണ്ട് തൊട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചുരുണ്ട് കയറും. ചില സമയത്ത് കേളി, ചില സമയത്ത് സ്ട്രെയിറ്റ്. ആക്ച്വലി എൻ്റെ മുടിയുടെ ആ ഒരു നേച്ചർ എന്താണെന്ന് പോലും എനിക്കറിയില്ല. സോ ഗൈസ് 12 മണി ആയിട്ടുണ്ട്. ഇനിയെങ്കിലും നമുക്ക് പഠിക്കാനിരിക്കാം, ഓക്കെ? അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇറങ്ങാൻ പറ്റില്ല. അതെ ഗൈസ്, 12 മണി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഫിസിക്സ് ആ 3 പാർട്ടാക്കിയെന്ന് ഒരു പാർട്ട് പോലും പഠിച്ചു തീർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെങ്കിലും പഠിച്ചു തീർക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിടക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. അതിന് മുന്നേ നമ്മൾ യൂട്യൂബിൽ കയറുന്ന ഇറങ്ങുകയാണ്. പഠിക്കുന്നതിന് മുന്നേ ടൈമർ എല്ലാം വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. ടൈമർ മീൻസ് സ്റ്റഡി വിത്ത് മീ ആണ് ഇപ്പോൾ കൂടുതൽ വെക്കല്. അങ്ങനെ അത് നോക്കി വെറുതെ സമയം കളഞ്ഞു. ഞാൻ വെക്കാന്ന് പറഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവള് വെക്കാന്ന്. അങ്ങനെ അവള് വലിയ കാര്യത്തിൽ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് യൂട്യൂബിൽ നിന്ന് സ്റ്റഡി വിത്ത് മീ വെച്ചപ്പം പിന്നെയാണ് മനസ്സിലായത് അവൾക്ക് യൂട്യൂബിൽ ക്ലാസ് കാണണമെന്ന്. അങ്ങനെ നമ്മൾ അവസാനം സ്റ്റഡി വിത്ത് മീ വെച്ചില്ല, ഒരു തേങ്ങയും വെച്ചില്ല. വെറുതെ കുറേ സമയം പോയി എന്നല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പിന്നെയും ആ ഒരു പാർട്ട് കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ അകത്താണ് ഈ ഡെറിവേഷൻ വരുന്നുണ്ട്. അത്ര രസമുള്ള ഡെറിവേഷൻ ഒന്നുമല്ല. പിന്നെ അങ്ങോട്ട് പഠിക്കാൻ വേറെ നിവർത്തിയില്ല. മാത്രമല്ല നമുക്കാണെങ്കിൽ ഈ വർഷം കുറേ ഡെറിവേഷൻസ് ഉണ്ട്. ആൻഡ് CBSE ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ അത്ര പ്രയോറിറ്റി ഡെറിവേഷൻസിന് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. EMI എങ്ങനെയുണ്ട്? EMI വളരെ പാടാണ്. ഓക്കെ, ക്ലാസ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. വെറും ക്ലാസ് ഞാൻ കണ്ട് 8 സെക്കൻഡേ കണ്ടുള്ളൂ. അതിൽ 4 സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആപ്പിന്റെ. 4 മിനിറ്റ് ക്ലാസ് വെച്ച് ഞാൻ എങ്ങനെ പറയുന്നത് പാടാനുള്ളത്? ഇതുവരെ കണ്ടുള്ളൂ, കണ്ടോണ്ടിരിക്കുക. 8 മിനിറ്റ് കണ്ടുള്ളൂ. അപ്പൊ നീ 2 മണിക്കൂറായിട്ട് എന്തോ ചെയ്യുവാ? 2 മണിക്കൂറായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പൊ നീ പറഞ്ഞു 1 മണിക്കൂറും കൂടെ കാണാവുള്ളൂന്ന്. ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ 2 പേരുടെ ഇന്നത്തെ ദിവസം സക്സസ്ഫുള്ളി വേസ്റ്റ് ആയി എന്നാണ്. മൊത്തത്തിലൊരു ഫ്ലോപ്പ് ഡേ ആയിരുന്നു. ട്രോപ്പിക്കാനോടെ പെയ്ഡ് പ്രൊമോഷൻ. ഇത് രാവിലെ മുതൽ തുടങ്ങിയ കുടിയാണല്ലോ. അല്ല, നിനക്ക് ലൈക്ക് ഇത് തണുപ്പോടെ കുടിക്കുന്നതല്ലേ ഇഷ്ടമല്ല? ഇത് ചിൽഡായിട്ട് കുടിക്കുന്ന ഇഷ്ടമല്ല? ഓ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് നീ ഫ്രിഡ്ജ് കൊണ്ടുവെക്കും? ഓ ഐ സി. ഓക്കെ ഓക്കെ. ഷൂട്ട് ചെയ്യാൻ ഇത് ഗണ്ണല്ല, ഇത് ഫോണാ. ഇൻ ഷോർട്ട്, ഇന്ന് നമുക്കൊരു തേങ്ങയും പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു പാർട്ട് 1 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് അതിൽ കൂടുതലൊരു ഭാഗം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഉറക്കം വന്നുകൊണ്ട് അതും നടന്നില്ല. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് BB കട്ട്സും കണ്ടിട്ടിരുന്ന് ഉറങ്ങാന്നാണ് വിചാരിച്ചത്. അല്ല, ഇരുന്നുറങ്ങല്ല, കിടന്നുറങ്ങാൻ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പൊ ശരി എന്നാ.